മൈഗ്രെയിൻ കുറെ പേർക്കെങ്കിലും ലൈഫിൽ വലിയ തലവേദനയാണ്. മൈഗ്രെയിൻ ആണെങ്കിൽ ആ ദിവസം പ്ലാൻ ചെയ്തതൊക്കെ ക്യാൻസൽ ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പല പേഷ്യൻസും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പെട്ടെന്ന് മൈഗ്രെയിൻ അറ്റാക്ക് വരുന്നവർ. ഒരു തലവേദനയാണ്, പുറമേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ കാണാറുണ്ടെങ്കിലും മൈഗ്രെയിൻ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. ഒരു സ്കാനിങ്ങോ ബ്ലഡ് ടെസ്റ്റോ ബേസ് ചെയ്ത് എത്രത്തോളം മൈഗ്രെയിൻ ഉണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. ഇതിനായി മൈഗ്രെയിൻ ഡിസബിലിറ്റി അസസ്മെന്റ് സ്കോർ, ഹെഡ് ഏക്ക് ഇമ്പാക്ട് ടെസ്റ്റ് ഇങ്ങനെയുള്ള ചില ടൂളുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ടൈം പീരീഡിൽ എത്ര തവണ മൈഗ്രെയിൻ വരുന്നുണ്ട്, പെയിനിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ്, മൈഗ്രെയിൻ കാരണം എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കുന്നു. ഫോർ എക്സാമ്പിൾ, സ്കൂൾ മിസ്സാവുക, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് പോവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ മൈഗ്രെയിൻ അവരുടെ ലൈഫിന്റെ പ്രൊഡക്ടിവിറ്റിയെ എത്രത്തോളം ബാധിക്കുന്നു എന്നിങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഓരോ ചോദ്യത്തിനും ഡിഫറെന്റ് ആയ ഗ്രേഡ് ഉണ്ട്. ഫൈനലി ഈ ഗ്രേഡ് ആഡ് ചെയ്ത് ടോട്ടൽ സ്കോർ നോക്കും. ഇത് ബേസ് ചെയ്താണ് മൈഗ്രെയിൻ അവരുടെ ലൈഫിൽ എത്രത്തോളം ഡിസബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഓരോ ഫോളോ അപ്പിലും നമ്മൾ ഈ ഡിസബിലിറ്റി അസസ് ചെയ്യാറുണ്ട്. കറക്റ്റായി ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റും നമ്മൾ പറയുന്ന കാര്യങ്ങളും ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഡിസബിലിറ്റി സ്കോർ അസസ് ചെയ്യുമ്പോൾ മൈഗ്രെയിനിന്റെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും അത് ലൈഫിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും കുറയുന്നതും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതും കാണാം.